കൊലപാതക ശ്രമം മെത്രാന്റെ മുഖ്യ ഗുണ്ടകൾക്ക് മുൻകൂർ ജാമ്യമില്ല. പാത്രിയർക്കീസ് ബാബ മുടക്കിയ ജ്ഞാനായ യാക്കോബ സഭയുടെ വികട സമുദായ മെത്രാപ്പോലിത്തയുടെ പ്രധാന ഗുണ്ടകളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തള്ളി. എന്നാൽ സഹഗുണ്ടകൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ക്രിമിനൽ MC നമ്പർ 2848/2024 പ്രകാരം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 739/2024 കേസിൽ കോട്ടയം ജില്ലാ ജഡ്ജി മിനി എസ് ദാസ് ആണ് വിധി പുറപ്പെടുവിച്ചത്. സഭാവിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് പാത്രിയർക്കീസ് ബാബ സേവേറിയോസ് കുര്യാക്കോസ് എന്ന റോയ് മെത്രാനെ മുടക്കുകയും കൂദാശകളിൽ നിന്നും വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് വകവെക്കാതെ ഇടവകകളിൽ കുത്തിത്തിരിപ്പും കലാപവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കുറ്റകരമായ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എതിർക്കുന്നവരെ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ട് ആൾക്കൂട്ട കൊല നടത്തുക എന്ന ലക്ഷ്യത്തോടെ 2024 ജൂൺ മാസം 23-ാം തീയതി രാവിലെ 7:45 കുറിച്ചി മാർ ഇഗ്നാത്യോസ് പള്ളിയിൽ അദ്ദേഹം എത്തി. സഭാധ്യക്ഷൻ മുടക്കിയ വികടമെത്രാന്റെ ഫോട്ടോ ഇടവാംഗമായ റിജോ കരിമ്പന്നൂർ എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ മെത്രാന്റെ ഗുണ്ടകൾ സംഘം ചേർന്ന് മുത്തുക്കുടയുടെ ഭാഗമായ ഇരുമ്പുപടി ഉപയോഗിച്ച് തലക്കടിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. ഇത്രയും വലിയ അക്രമം അഴിച്ചുവിടുവാൻ നേതൃത്വം കൊടുത്ത, ആസൂത്രണം നടത്തിയ, നിർദ്ദേശം നൽകിയ മെത്രാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ചോരയൊലിപ്പിച്ച് കിടന്ന റിജോയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കൂട്ടാക്കിയില്ല. എന്നാൽ ചിങ്ങവനം പോലീസിനെ സ്വാധീനിച്ച് 1-ാം പ്രതിസ്ഥാനത്ത് നിന്ന് സേവേറിയോസ് മെത്രാനെ ഒഴിവാക്കി. ബാക്കി ഗുണ്ടകളുടെ പേരിൽ നിസ്സാര വകുപ്പുകൾ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനെതിരെ റിജോ കരിമ്പന്നൂർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതി നിർദ്ദേശപ്രകാരം കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനെതിരെ മുൻകൂർ ജാമ്യം തേടി പ്രതികൾ കോട്ടയം സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി റിജോയുടെ തലയിൽ കമ്പിവടിക്കടിച്ചു കൊലപ്പെടുത്തുവാൻ പ്രധാനമായും ശ്രമിച്ചത് 2-3 പ്രതികളും കുറിച്ചി സ്വദേശികളുമായ അനു കുര്യൻ പാടകശ്ശേരിയും മുട്ടത്തമ്പി എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന തമ്പി മാത്യു മുക്കാട്ടുവീടും ചേർന്നാണ് എന്ന് നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ കൊടും ക്രിമിനലുകൾക്ക് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. അതുപോലെ 3 മുതൽ 7 വരെയുള്ള പ്രതികൾ, 3-ാം പ്രതി ജോസ് കറിയ കലക്കാട്ട് ഹൗസ് കുറിച്ചി, 4-ാം പ്രതി ജോസിന്റെ മകൻ ചിക്കു ജോസ് കലക്കാട്ട് ഹൗസ് കുറിച്ചി, 5-ാം പ്രതി ടിബി തോമസ് പടകശ്ശേരിയിൽ വീട് കുറിച്ചി, 6-ാം പ്രതി പൊന്നൂസ് കറിയ കൊച്ചടശ്ശേരി ഹൗസ്, 7-ാം പ്രതി ബോബി ജോസ് കരിക്കോട്ട് ഹൗസ് എന്നിവർക്ക് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും പ്രതികൾ രാവിലെ 10 മണിക്കും 12 മണിക്കും മധ്യേ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഒപ്പിടണം. 20,000 രൂപ വീതമുള്ള ആൾജാമ്യം നൽകണം. സമാനമായ ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ഒപ്പിടുവാൻ ചെല്ലാതിരുന്നാലോ ജാമ്യം ക്യാൻസലാകും എന്ന് വിധിയിൽ പറയുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. അതുപോലെ കേസിലെ 1-ാം പ്രതിയായ ക്രിമിനൽ സേവേറിയോസിനെ കേസിൽ നിന്നും വിദഗ്ധമായി ഒഴിവാക്കി കൊടുത്തു. ചിങ്ങവനം SHO അടക്കമുള്ളവർ പണം മേടിച്ചാണ് മെത്രാനെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്നത് എന്ന് കാണിച്ച് റിജോ ഇന്ന് കോട്ടയത്ത് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തും. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യും. ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ ചുവന്ന നൈറ്റി ഇട്ട മെത്രായോളുകളെ കണ്ടാൽ പോലീസിന് ഇപ്പോഴും മുട്ടുപറയ്ക്കും എന്നതാണ്. FIR-ൽ പേര് വെക്കുമ്പോഴും പേരിന് മുന്നിൽ അഭിവന്ധ്യ അല്ലെങ്കിൽ റവറന്റ് എന്നും വെക്കും എന്ന് ഇവന്മാർക്ക് ബോധം വരും. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത കണ്ട് ടുബീഷ് എന്ന മെത്രാന്റെ ആശ്രിതനും അടിമക്കുഞ്ഞാടുമായ ഒരുവൻ കഴിഞ്ഞ ദിവസം എന്നെ വിരട്ടാൻ വിളിച്ചിരുന്നു. എന്റെ പേര് ടുബീഷ് എന്നാണ്. നിങ്ങൾ ഈ ജ്ഞാനായ സമുദായത്തിനും ഈ സമുദായ മെത്രാപ്പോലിത്തയ്ക്കും എതിരെ നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഈ പറയുന്ന സമുദായ മെത്രാപ്പോലിത്ത ഒരു പള്ളിയിലോട് ചെന്നപ്പോഴത്തേനും ആ പള്ളിയിൽ വെച്ച് തിരുമേനിയെ ആക്രമിക്കാൻ ശ്രമിച്ച റിജോ കരിമന്നൂർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരന്റെ കാര്യങ്ങൾ കേട്ടോണ്ട്, അത് മാത്രം കേട്ടോണ്ട്, പിന്നെ അതുകൂടാതെ നിങ്ങൾ കാശ് മേടിച്ചോണ്ട്, അല്ലെങ്കിൽ ജിയോ ഇല്ലാസ് എന്ന് പറയുന്ന ആളുടെ കാശ് മേടിച്ചോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പത്രത്തിന് കുറച്ച് സത്യസന്ധത ഉണ്ടെന്ന് വിചാരിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ സത്യം പറഞ്ഞ ഇവരുടെയൊക്കെ കാശ് മേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഞങ്ങൾ സത്യാവസ്ഥ അറിയിക്കാൻ വേണ്ടിയിട്ട് വേണം കുറച്ച് കാശ് തരാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വേണം കുറച്ച് കാശ് പിരിച്ചു തരാം ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ സത്യം പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട. നിങ്ങളുടെ കാശ് ഞാൻ എന്റെ മാന്യത കൊണ്ട് ഞാൻ അതിന് മറുപടി ഞാൻ വേറെ രീതിയിൽ പറയുന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് ട്യൂബീഷിനോട് പറയാനുള്ളത്, വല്ലവന്റെയും മലം കോരുവാൻ ഏതോ നാട്ടിൽ പോയി കിടക്കുന്ന നീ ആദ്യം നിന്റെ കുടുംബം രക്ഷപ്പെടുത്തിയിട്ട് എന്നെ വിലക്കെടുക്കാൻ വന്നാൽ മതി എന്നാണ്. പിന്നെ ഞാൻ പണം വാങ്ങി എന്നത് നിയമപരമായി ഇനി തെളിയിക്കേണ്ടുന്ന ബാധ്യതയും നിനക്കാണ്. അതിനായി നിന്നെ ഞാൻ ഇവിടെ വരുത്തും. ടിക്കറ്റ് എടുത്ത് റെഡിയായിരുന്നു.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.